ജാതി വ്യവസ്ഥ എന്ന മനുഷ്യവിരുദ്ധ പ്രക്രിയയുടെ സർവകലാശാലയായ ഹിന്ദു മത വിശ്വാസികൾ വേദികൾ നിരങ്ങി പ്രസംഗിക്കുന്ന ഒന്നാണ് ലോക സമസ്ത സുഖിനോ ഭവന്തു. ഒരാവേശത്തിന് തട്ടിവിടുന്നതാണ്. പക്ഷേ ഇത് കേൾക്കുന്ന മാത്ര ഹിന്ദുവിന് ഉദ്ധാരണം സംഭവിക്കും. സനാതന ധർമ്മത്തിന് ഒന്നുമല്ല എന്നൊക്കെ ശശികലയെ പോലുള്ളവർ ഇതും ചേർത്ത് ഛർദിക്കും. ഉദ്ധാരണം ഓർഗാസമായി പരിണാമപ്പെട്ട ഹിന്ദു ഈ വാക്കുകൾക്ക് ശേഷം ഓംകാളി ജയ്കാളി എന്നൊക്കെ ആർത്തു വിളിക്കും. അങ്ങനെയാണെങ്കിലും ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന വരിയുടെ ആശയം പൂർണ്ണമായെന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹിഷ ഗൃഹ ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോക സമസ്ത സുഖിനോ ഭവന്തു. ഈ ശ്ലോകത്തിന്റെ ആശയം അറിയാമോ നിങ്ങൾക്ക്? അതായത് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന ഒറ്റ വരിയുടെ അല്ല, അതിന് മുന്നേയുള്ള വരികളുടെ ആശയം കൃത്യമായി അറിയാമോ? ലോക സമസ്ത സുഖിനോ ഭവന്തു, സമസ്ത ലോകത്തിനും ക്ഷേമമുണ്ടാകട്ടെ എന്നാണല്ലോ ഈ അവസാനത്തെ വരിയുടെ അർത്ഥം. മറ്റു വരികളുടെ അർത്ഥം ഇതാണ്: സ്വസ്തി എന്നത് പൂജ കഴിഞ്ഞ് ബ്രാഹ്മണർ അനുഗ്രഹ രൂപത്തിൽ പറയുന്ന പദമാണ്. ന്യായമായ മാർഗത്തിലൂടെ രാജാവ് പ്രജകളെ ഭരിക്കട്ടെ എന്നാണ് അടുത്ത വഴിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ന്യായമായ മാർഗമെന്ന് പറഞ്ഞിരിക്കുന്നത് വിശദീകരിക്കേണ്ടതുണ്ട്. ചാതുർവർണ്ണ്യ വ്യവസ്ഥയിൽ ജനങ്ങളെ ഭരിക്കുന്നത് ക്ഷത്രിയനാണല്ലോ. ക്ഷത്രിയൻ എങ്ങനെ ഭരിക്കണമെന്ന് മനു വ്യക്തമാക്കുന്നുണ്ട്. ബ്രാഹ്മണാൻ പയുപാസീത പ്രാതരുദ്ധായ പാർത്ഥിവ ത്രേ വിദ്യ വിദ്വാൻ വിദുഷ സ്ത്രിഷ്ടേതേ ശാഞ്ച ശാസന. രാജാവ് എന്നും രാവിലെ ഉണർന്ന് 3 വേദങ്ങളും നീതിശാസ്ത്രങ്ങളും പഠിച്ച ബ്രാഹ്മണരെ വന്ദിച്ച് അവർ പറയുന്നത് പോലെ ഭരണം നടത്തണം. ബ്രാഹ്മണന്റെ ശാസന അനുസരിച്ച് മാത്രമേ ഭരിക്കാവൂ എന്നതാണ് ന്യായമായ മാർഗം. അങ്ങനെയായാൽ അടുത്ത വരിയിലെ ഗോ ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം സാധ്യമാകും. അതായത് ഉത്തമാ, പശുവിനും ബ്രാഹ്മണനും എന്നെന്നും സുഖം ഭവിക്കട്ടെ എന്ന് സാരം. മാംസാഹാരം ഉപേക്ഷിച്ചിട്ടുള്ള ബ്രാഹ്മണനെ നിലനിർത്തുന്നത് പാലും തൈരും വെണ്ണയും നെയ്യും മറ്റുമാണല്ലോ. ആ നിലയ്ക്ക് ബ്രാഹ്മണന്റെ പ്രാധാന്യം ഒരു മൃഗമായ പശുവിനും ഉണ്ടായിരിക്കണമല്ലോ. ഇങ്ങനെ ബ്രാഹ്മണനും പശുവിനും നിത്യസുഖം വന്നാൽ ലോകത്തിന് മുഴുവൻ സുഖം വന്നു എന്ന് കരുതിക്കൊള്ളണം. ഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ ചൂഷണത്തിന് വിധേയമാക്കുന്ന ചാതുർവർണ്ണ്യ വ്യവസ്ഥ നിലനിർത്തിക്കൊണ്ട് സമസ്ത ലോകത്തിനും സുഖം ഭവിക്കട്ടെ എന്ന് പറയുമ്പോൾ ഒഴിവാക്കപ്പെട്ട വരികൾ കൂടിച്ചേരുമ്പോൾ ബ്രാഹ്മണന്റെ സുഖമാണ് ലോകത്തിന്റെ സുഖം എന്ന് സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. ലളിതമായി പറഞ്ഞാൽ പശുവും ബ്രാഹ്മണനും സുഖമായിരുന്നാൽ ലോകം മുഴുവൻ സുഖമായിരിക്കും എന്നതാണ് ഗോൾ. പക്ഷേ അവർ, അതായത് ആർഷഭാരത വക്താക്കൾ, ഇവിടെ ചെറി പിക്കിംഗ് ഫാലസി അപ്ലൈ ചെയ്ത് മാനവികതയുടെ അതിവിശാല ആശയമായി ഹിന്ദുവിനെ അവതരിപ്പിക്കും. ആകെ ശ്ലോകത്തിന്റെ അർത്ഥമറിയാതെ അന്തവും കുന്തവും ഇല്ലാത്ത കുറെ എണ്ണം ഇതിനെ കടപ്പുറത്തുകൂടി ഇങ്ങനെ പാടി നടക്കും. സമസ്ത സുഖിനോ ഭവന്തു നിജോ